ഡിയേഴ്സ്, നമ്മുടെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം, 2 കഹാനി മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിലൊരു കഹാനിയാണ് ദുഃഖ്. ദുഃഖ് എന്ന കഹാനിയും മറ്റൊന്ന് അപരാധ് എന്ന കഹാനിയുമാണ് കേട്ടോ. അപ്പൊ ഒരിക്കലും നിങ്ങൾക്ക് മറന്നു പോകരുത്, മറ്റ് ഗദ്യ പാഠങ്ങളെല്ലാം തന്നെ നമുക്ക് എന്തല്ല, കഹാനിയല്ല, അതിൽ നാട്യരൂപാന്തരം ഉണ്ട്, നിബന്ധ ഉണ്ട്, അതുപോലെ ഒരുപാട് വിധത്തിലുള്ള രചനകളാണ്. അല്ലാതെ നമുക്ക് കഹാനിയായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത് 2 കഹാനിയാണ്. അതിലൊന്നാണ് ദുഃഖ്, മറ്റൊന്ന് അപരാധ്. ഇനി ഈ കഹാനിയിലെ പ്രധാന കഥാപാത്രങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദുഃഖ് എന്ന കഹാനിയിലെ പ്രധാന കഥാപാത്രമാണ് ഒന്ന് ഹേമ. ഹേമ എന്ന സ്ത്രീ കഥാപാത്രവും മറ്റൊന്ന് ദിലീപ് എന്ന കഥാപാത്രവും. അറിയില്ലേ? ഇനി അപരാധ്. അപരാധിൽ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളാണ്, 2 സഹോദരന്മാരാണ്. ഒന്ന് ബഡേ ഭായി, മറ്റൊന്ന് ചോട്ടേ ഭായി. സോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, 2 കഹാനി ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ തന്നെയുള്ള പ്രധാന കഥാപാത്രങ്ങളാണ് ഹേമ, ദിലീപ്, ബഡേ ഭായ്, ചോട്ടേ ഭായ്. അപ്പൊ നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ചോദിക്കുക, ദുഃഖ് കിസ് വിധ കി രചന ഹേ. അതിൽ നമുക്ക് ഓപ്ഷൻസ് നൽകും, കഹാനി, നിബന്ധ്, അല്ലെങ്കിൽ സംസ്മരൺ എന്നൊക്കെ. ഇതിൽ അപരാധ് എന്ന ഈ കഹാനി മിക്കപ്പോഴും നമുക്കൊരു ഓർമ്മക്കുറിപ്പ് പോലെ തോന്നിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഒരാൾ തന്റെ ചെറുപ്പകാലത്തെ ഒരു കാര്യം എഴുതാണല്ലോ, അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനത്തെ കൺഫ്യൂഷൻസ് വേണ്ട. അപ്പൊ അതിനാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഹേമ ഏത് കഹാനിയിലെ കഥാപാത്രമാണ്, ദിലീപ് ഏത് കഹാനിയിലെ കഥാപാത്രമാണ്, ഇതൊക്കെ 1 വേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്.